ആവശ്യപ്പെ ആവശ്യപ്പെട്ടത്. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയ അന്ന് മുതൽ തന്നെ നിരന്തരമായി ഇപ്പോൾ ഈ ഇടക്കാലം കൊണ്ട് ഈ ബ്രേക്ക് വന്ന ഈ കൊറോണ ഇതുപോലുള്ള മഹാമാരികളൊക്കെ സംഭവിച്ച് നമ്മൾ അപ്രതീക്ഷിതമായി ലോകം തന്നെ പ്രതിസന്ധിയിലകപ്പെട്ട ഈ ഒരു പ്രശ്നം വരുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് പൂർണ്ണമായും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു എയുടെ മീറ്റിങ്ങുകൾ. അതിന്റെ വിവിധ തരം മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടും മിക്ക ദിവസങ്ങളിലും പറ്റാവുന്നത്രയും ദിവസങ്ങളിൽ പ്രാദേശികമായും കുറച്ച് ദൂരെയുള്ളതാണെങ്കിൽ പോലും അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഞാൻ സ്ഥിരം പങ്കെടുക്കാറുണ്ട്. വാർഷിക പരിപാടികളിലായാലും അല്ലാതെ ഉള്ള മീറ്റിങ്ങുകളിലായാലും സർവീസ് മീറ്റിങ്ങുകളിലായാലും ഒക്കെ ഞാൻ വളരെ സന്തോഷപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ലോകത്തിന് മുഴുവൻ സംഭവിച്ച പോലുള്ള ദൗർഭാഗ്യകരമായ പ്രശ്നങ്ങൾ നമ്മുടെ കൂട്ടായ്മക്കും ഏർപ്പെടുകയും വന്നുപെടുകയും അതിന്റെ ഫലമായി നമ്മൾ താൽക്കാലികമായി നമ്മുടെ ഫിസിക്കൽ മീറ്റിങ്ങുകളൊക്കെ തന്നെ നിർത്തിവെക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം അത് വേണ്ട രീതിയിൽ പുനഃസംഘടിപ്പിക്കപ്പെടാൻ ഇപ്പോഴും ശരിക്കും സാധിച്ചിട്ടില്ല. അതിന്റെ ശരിയായ പ്രവർത്തനം പിന്നീട് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ആ ഊർജം തിരിച്ചു കിട്ടിയിട്ടില്ല. പല സ്ഥലങ്ങളിലും മീറ്റിങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്, നടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഊർജത്തോടു കൂടി മീറ്റിങ്ങിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. കാരണം ഇടയ്ക്കിടെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആശങ്കകൾ ഇടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വീണ്ടും വരും, നിർത്തിവെക്കേണ്ടതായിട്ട് വരും. പിന്നെ വരുന്നവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസക്കുറവ്, സാങ്കേതികമായ പ്രശ്നങ്ങൾ, നിയമ തടസ്സങ്ങൾ, സ്ഥലങ്ങളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും, പ്രോട്ടോക്കോളുകൾ, ഇതെല്ലാം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും മീറ്റിങ്ങുകൾ ഇവിടെയൊക്കെ തുടങ്ങി നോക്കുമെങ്കിലും അത് പിന്നീട് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഏതായാലും വീണ്ടും പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണെങ്കിൽ പോലും നമ്മൾക്കുള്ള എപ്പോഴും പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവിതം എന്നോ അവസാനിച്ചു പോകുന്ന, എന്നെ പോലെയുള്ള ആളുകളൊക്കെ എന്നോ അവസാനിച്ചു പോകേണ്ടിയിരുന്ന ഒരു ജീവിതം ഇന്ന് ഇത്ര ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിത യാത്രയിലൂടെ ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അപ്പൊ ഇതിന് നമ്മുടേതല്ലാത്ത കുഴപ്പങ്ങൾ കൊണ്ട് നമ്മൾ കാരണമല്ലാതായി വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അതിൻ്റെ എല്ലാം ഒരു പദ്ധതികൾ നമ്മളെക്കാൾ വലിയൊരു ശക്തി അതിന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും. കാരണം ലോകത്തിന് ആൽക്കഹോളിക്സ് അനോണിമസ് ആവശ്യമാണ്. ലോകത്ത് മദ്യാസക്തിയും മദ്യാസക്തരും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കൂട്ടായ്മ നിലനിൽക്കേണ്ടതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം വേറെ മാർഗമില്ല. ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാളെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിനും ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടുകളും അതുപോലെ ഒരു ദിശാബോധവും ഒക്കെ തന്നെ രൂപപ്പെടുത്തിയെടുത്ത് ഒരു പുതിയൊരു ജീവിത മാർഗത്തിലേക്ക്, ഒരു പുതിയ വെളിച്ചത്തിലേക്ക് അയാളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് ലോകം മുഴുവൻ ഏറ്റവും അധികം സഹായകരമായി പ്രവർത്തിച്ചിട്ടുള്ള കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ ലോകം തന്നെ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകം തന്നെ അംഗീകരിച്ച ഒരു ഏറ്റവും മഹത്തായ ഒരു പരിപാടിയായി ആൽക്കഹോളിക്സ് അനോണിമസിനെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ആത്മീയമായിട്ടുള്ള അടിത്തറയും മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യവും സാമൂഹ്യപരമായിട്ടുള്ള അതിൻ്റെ നേട്ടങ്ങളും മനുഷ്യന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഏറ്റവും നിസ്സഹായരായ മദ്യാസക്തരായ സമൂഹം മാറ്റി നിർത്തി അവജ്ഞയിലെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യ ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനും ഒട്ടനവധി കുടുംബങ്ങളെ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിലും ലോകം മുഴുവൻ ഈ വലിയൊരു പ്രശ്നത്തിന് വളരെ ലളിതമായ ഒരു ഉത്തരം കണ്ടെത്തുന്നതിൽ മദ്യാസക്തരെ സഹായിക്കുകയും ചെയ്ത വളരെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു
ഒരു കൂട്ടായ്മ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി ജീവിക്കാൻ കഴിഞ്ഞു, ഇപ്പോഴും അതിന്റെ ഭാഗമായി നിലനിൽക്കാൻ കഴിയുന്നു എന്നത് വളരെ അഭിമാനകരം തന്നെയാണ്. ജീവിതത്തിനെ ഭയാശങ്കകൾ കൂടാതെ നേരിടാനും നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ ഒരിക്കലും കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ലാത്ത മറ്റുള്ളവരുടെ ജീവിതത്തിനെ കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചൊക്കെ എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം. മദ്യപിക്കുന്ന കാലത്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തിയും അവരുടെ ജീവിതത്തെ വിമർശിക്കുകയും അവരെ ജഡ്ജ് ചെയ്യാനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കിയിട്ടുള്ളത്. ആ സമയത്തൊക്കെ വിട്ടുപോയിരുന്ന ഒരു പ്രധാന കാര്യം എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്നും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളത്. അതെങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി എങ്ങോട്ടാണ് എനിക്ക് പോകാനുള്ളത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. ഞാൻ എന്നെക്കുറിച്ച് തീർത്തും അജ്ഞനായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു തീർത്തും വഴിയടഞ്ഞ അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിനും പരാജയപ്പെട്ട ഒരു മനുഷ്യനായി, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഇനി ഇഞ്ച് പോലും എനിക്ക് മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കില്ല, ഇല്ലെങ്കിൽ ഇതെല്ലാം അവസാനിക്കും, അടുത്ത് തന്നെ അവസാനിക്കുമെന്ന് തോന്നിയ അങ്ങേയറ്റം നിരാശയും എന്താ പറയാ, അങ്ങേയറ്റം പരാജയബോധവും ഭയവും കുറ്റബോധവും എല്ലാം കലർന്ന ഒരു അങ്ങേയറ്റം ആത്മനിന്ദയൊക്കെ കലർന്നിട്ടുള്ള ഒരു വല്ലാത്തൊരു ജീവിതം, നരകതുല്യമായ ഒരു ജീവിതത്തിൽ നിന്ന് എന്നെ കൈപിടിച്ചുയർത്തിയ ഒരു അത്ഭുതകരമായ ഒരു പരിപാടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടി. ഈ പരിപാടിയെ ജീവിതത്തിനെ സത്യസന്ധമായി നേരിടാനും ഭയാശങ്കകൾ കൂടാതെ അല്ലെ മടി കൂടാതെ ജീവിതത്തിനെ നോക്കിക്കാണാനും പുനഃപരിശോധിക്കാനും ആത്മപരിശോധന നടത്താനും ആൽക്കഹോളിക്സ് അനോണിമസ് ഓരോ വ്യക്തിയും സഹായിക്കുന്നുണ്ട്. സുബോധം ആസ്വദിക്കപ്പെടണം, അതുപോലെ അത് പങ്കുവെക്കപ്പെടണം. അതിൻ്റെ നേട്ടങ്ങൾ നമ്മളോടൊപ്പം വേദന അനുഭവിച്ച, മദ്യാസക്തിയുടെ ഭാഗമായി വേദന അനുഭവിച്ച കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ചുറ്റുമുള്ളവർക്കും സമൂഹത്തിന് തന്നെയും അതിൻ്റെ ആ സന്തോഷവും അതിൻ്റെ ആ നേട്ടങ്ങളും ആസ്വാദികരമാകണം. അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കപ്പെടണമെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളെ സത്യസന്ധമായ ഒരു കണക്കെടുപ്പിന് എയുടെ പരിപാടി നമ്മളെ സഹായിക്കുന്നുണ്ട്. മീറ്റിങ്ങിൽ വെച്ചാണ് ശരിക്കും ആദ്യമായി ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ നോക്കിക്കാണാൻ എനിക്ക് ആദ്യമായുള്ള ഒരു ആന്തരികമായ പ്രേരണ ഉണ്ടായത് എയുടെ മീറ്റിങ്ങിൽ വെച്ചാണ്. അതുവരെ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, എന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ പൂർണ്ണമായി ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ മദ്യപാനത്തിന്റെ കാരണം പോലും മറ്റുള്ളവരാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മറ്റുള്ളവരെ നിരന്തരമായി ഞാൻ എൻ്റെ മദ്യപാനത്തിന്റെ കാരണക്കാരായും കുറ്റം പറയുകയും ചെയ്തുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതിന് ഒരുപാട് ന്യായീകരണങ്ങൾ എനിക്ക് നിരത്താനുണ്ടായിരുന്നു. എൻ്റെ കുടിക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ ഞാൻ നിരന്തരം കണ്ടെത്തിക്കൊണ്ടിരുന്നു. പ്രധാനപ്പെട്ട കാരണം എൻ്റെ അസന്തുഷ്ടമായ ജീവിത സാഹചര്യങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട എൻ്റെ വിവാഹം, ഞാൻ തെറ്റായ ഒരു തീരുമാനമാണ്, ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ തെറ്റായ ഒരു തീരുമാനം എടുത്തു, അതെന്നെ വല്ലാതെ കുഴപ്പമുണ്ടാക്കി എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അതെങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം മദ്യാസക്തൻ ഭയങ്കര സൂത്രശാലിയാണ്. കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിനോ അതിനെ ന്യായീകരിക്കുന്നതിനൊക്കെ വളരെ മിടുക്കനായിരിക്കും. ഞാനും ആ കാര്യത്തിൽ വളരെ വിദഗ്ധനായിരുന്നു. കാരണം അതിനു മുമ്പുള്ള എൻ്റെ ജീവിതത്തെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് ഞാൻ ഇത്തരത്തിലുള്ള ഒരു ജീവിത അവസ്ഥയിൽ വളരെ പരിതാപകരമായ അങ്ങേയറ്റം മോശമായ ഒരു ജീവിത രീതിയിലേക്ക് എത്തിപ്പെട്ടത് കാരണമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത് അതിനിടയിൽ സംഭവിച്ച എൻ്റെ വിവാഹ ജീവിതമാണ്. അത് ഞാൻ വളരെ വലിയ ആദർശധീരൻ എന്നുള്ള രീതിയിൽ വളരെ പുരോഗമനപരമായ രീതിയിലൊക്കെ കല്യാണമൊക്കെ കഴിച്ച് സ്ത്രീധനമൊന്നും വാങ്ങാതെ ലളിതമായ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വളരെ ഒരു പരസ്യമായ ഒരു ചടങ്ങിലൂടെ കല്യാണമൊക്കെ കഴിച്ച് ഗംഭീരമായ ആശംസകളും കയ്യടികളൊക്കെ വാങ്ങി വലിയ പ്രതീക്ഷകളോടുകൂടി ജീവിതം ആരംഭിക്കുകയും അധികം താമസിയാതെ മദ്യപാനം ആരംഭിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ മദ്യത്തിന് കീഴ്പ്പെടുകയും ജീവിതം ആകെ അട്ടിമറിയുകയും തുടക്കം മുതൽ തന്നെ അതിൻ്റെ താളം തെറ്റുകയും ചെയ്തു. അങ്ങനെ ആ വൈരുദ്ധ്യം, ഭാര്യയുമായിട്ടുള്ള വൈരുദ്ധ്യം നിരന്തരമായിട്ടുള്ള വഴക്കുകളായി മാറുകയും
കുടുംബജീവിതം തന്നെ നരകമായി മാറുകയും ചെയ്തു. ആ ഒരു അവസ്ഥയിൽ എൻ്റെ കുടി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മദ്യപാനാസക്തി ഒരു രോഗമാണെന്നോ അറിയാനോ, അത് വളർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണെന്നോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാനുള്ള ബോധം എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ ഭാര്യയ്ക്കും സാധിക്കുമായിരുന്നില്ല. എൻ്റെ വീട്ടുകാർക്കും സാധിക്കൂല. എൻ്റെ സുഹൃത്തുക്കൾക്കും സാധിക്കുമായിരുന്നില്ല. കാരണം അവരൊക്കെ ഇതിന്റെ പുറം കാഴ്ചക്കാർ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് യഥാർത്ഥത്തിൽ അറിയില്ലായിരുന്നു. എനിക്കും സത്യത്തിൽ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നത് എൻ്റെ പ്രശ്നങ്ങളാണ് എൻ്റെ കുടിക്ക് കാരണം. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളാണ്. അവരെന്നോട് അനീതി കാണിച്ചതാണ്. അവരുടെ തെറ്റായ സമീപനങ്ങളാണ് എന്നെ കുടിയിലേക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ കുടിയിലേക്ക് തള്ളിവിട്ടതെന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സമൂഹവും അത് ഒരു പരിധിവരെ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അതിനു മുമ്പ് വളരെ നല്ല രീതിയിൽ ജീവിക്കുകയും മറ്റുള്ളവരോടൊത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സാമൂഹിക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് നല്ലൊരു അഭിപ്രായ രൂപീകരണം അതുകൊണ്ട് തന്നെ പിന്നീടുള്ള മോശമായ ജീവിതത്തിന്റെ കാരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്ന എൻ്റെ കുടുംബജീവിതം, അതുപോലെ എൻ്റെ മറ്റ് സാമൂഹ്യ ചുറ്റുപാടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ അതിനൊരു കാരണമായി മാറി എന്നുള്ളത് ന്യായീകരിക്കുന്നതിനും അത് സ്ഥാപിച്ചെടുക്കുന്നതിനും എനിക്ക് വിജയിക്കാൻ സാധിച്ചു. അത് എന്നെ കൂടുതൽ കൂടുതൽ മുമ്പോട്ട് ആവേശകരമായ കുടിയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. കാരണം ഒരു രക്തസാക്ഷി പരിവേഷം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. നമുക്കിപ്പോഴും പലപ്പോഴും കാണാൻ പറ്റും പല ആളുകളും അവരുടെ തന്നെ വലിയ വലിയ പരാജയങ്ങൾക്ക് കാരണം മറ്റുള്ളവരാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും കുടിക്കുകയും ചെയ്യുന്ന മദ്യാസക്തരെ നമുക്ക് കാണാൻ പറ്റും. അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉള്ളിലെ മദ്യാസക്തിയാണ് ഈ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും അതിന്റെ തണലിൽ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാനും ആ വഴി തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന് ആദ്യമായി ഒരു തിരിച്ചറിവുണ്ടായത് അങ്ങനെയല്ല, എൻ്റെ പ്രശ്നം അതല്ല എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ ഇടയായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ വെച്ചാണ്. അത് മറ്റൊരു വ്യക്തിയും എനിക്ക് പറഞ്ഞു തന്നിരുന്നില്ല. അതിനു മുമ്പ് ഞാൻ ഒരുപാട് വൈദ്യശാസ്ത്ര രംഗത്തുള്ള വലിയ പ്രഗത്ഭരായ വലിയ വലിയ ഡിഗ്രികളുള്ള ഡോക്ടർമാരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. പല വൈദികരെടുത്തും മനഃശാസ്ത്രജ്ഞന്മാരുടെ ഞാൻ പോയിട്ടുണ്ട്. മറ്റു പല കൗൺസിലിംഗ് നടത്തുന്ന പല വ്യക്തികളുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. അവർക്ക് ആർക്കും തന്നെ എന്നെ ഒരു തരത്തിലും സ്വാധീനിക്കാനോ എൻ്റെ മനസ്സിനെ സ്പർശിക്കാനോ എൻ്റെ ചിന്താഗതികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനോ എൻ്റെ വാദഗതികളെ അവർക്ക് ശരിയായ രീതിയിൽ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് അവർക്ക് സാധിച്ചില്ല. കാരണം അത്രയും കടുത്ത അഹങ്കാരമായിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വളരെ യാദൃശ്ചികമായി ഞാൻ എത്തിച്ചേരുകയും, വളരെ യാദൃശ്ചികം എന്ന് പറഞ്ഞാൽ വളരെ യാദൃശ്ചികം, കുടിയിൽ ഞാൻ എത്തിപ്പെട്ടത് എത്രമാത്രം യാദൃശ്ചികമാണോ അതുപോലെ തന്നെ വളരെ യാദൃശ്ചികമായി ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിപ്പെടുകയും ചെയ്തു. ഒരു കടുത്ത നിരീശ്വരവാദിയും ആ രീതിയിലുള്ള ചിന്താഗതികളുമായിട്ട് ഒരുപാട് കാലം ജീവിക്കുക. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ചെറിയ പ്രായത്തിലൊക്കെ കുടുംബത്തിലൊക്കെ അച്ഛനും അമ്മയൊക്കെ എന്നെ ഒരു മതവിശ്വാസിയായി, അല്ലെങ്കിൽ ഒരു കടുത്ത മതവിശ്വാസിയല്ല, അവരാരും അങ്ങനെ ആയിരുന്നില്ല, എങ്കിലും ഒരു ദൈവവിശ്വാസിയൊക്കെ ആയി വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് അറിവ് വെക്കാനും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങിയത് മുതൽ തന്നെ ഞാൻ അതിൽ നിന്ന് പുറകോട്ട് സഞ്ചരിക്കാൻ, തിരിഞ്ഞ് നടക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെ ഞാൻ മതപരമായ എല്ലാ ചടങ്ങുകളിൽ നിന്നും എല്ലാ പരിപാടികളിൽ നിന്നും ഞാൻ പിന്നോട്ട് പോയിരുന്നു. അതുപോലെ അതിന് വ്യക്തമായ കാരണങ്ങളും ന്യായീകരണങ്ങളും കണ്ടെത്താനും സമർത്ഥമായി അതിനെയൊക്കെ ബാധിച്ച് ജയിക്കാനൊക്കെ എനിക്ക് അതൊന്ന് സാധിക്കുമായിരുന്നു. എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രായത്തിലുള്ള ആരും തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നില്ലാത്ത പല കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുകയും ചെയ്തു. അതെന്നെ ഇന്നിപ്പോ വിലയിരുത്തുമ്പോൾ വളരെ മോശമാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ വിലയിരുത്തിയിട്ടുള്ള പല മേഖലകളിലേക്ക് ഞാൻ കടന്നുപോയി. അതൊന്നും നമുക്ക് ഇവിടെ പരാമർശിക്കേണ്ട കാര്യങ്ങളല്ല. എങ്കിൽ പോലും എൻ്റെ ജീവിതത്തെ പല വഴികളിലൂടെയും, ഞാൻ പ്രതീക്ഷിക്കാത്ത പല വഴികളിലൂടെയും അത് മുമ്പോട്ട് കൊണ്ടുപോയി. അതിലൊന്നാണ് മദ്യപാനം. അത് വളരെ യാദൃശ്യമായി ഞാനാണ് അതിലെത്തിപ്പെട്ടത്. അതുപോലെ തന്നെയാണ് ഞാൻ അതിൽ നിന്ന് മോചനം പ്രാപിച്ചത് വളരെ യാദൃശ്യമായി. ഞാൻ അങ്ങേയറ്റം വെറുത്തിരുന്ന വാക്കാണ് ദൈവം എന്നുള്ള വാക്ക്. അത്തരത്തിലുള്ള വാക്കുകൾ ശരിക്കും മതങ്ങളുടെ ഭയപ്പെടുത്തലുകളാണ്, അല്ലെ മനുഷ്യനെ കീഴടക്കാൻ വേണ്ടി മതങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറെ ഉമ്മാക്കികളാണ്,
കുറെ ആളുകളുടെ വയറ്റിപ്പഴപ്പാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന എന്നെ സംബന്ധിച്ച് അതല്ല ദൈവം എന്ന് ഞാൻ മനസ്സിലാക്കിയതല്ല. അതിനപ്പുറത്തേക്ക് മറ്റ് ഒരുപാട് അർത്ഥതലങ്ങൾ അതിനുണ്ട് എന്ന് ആൽക്കോഹോളിക്സ് അനോണിമസിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കുടി നിർത്താൻ വേണ്ടി എയിലെത്തിയ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരുപാട് ആശയങ്ങളാണ് ആൽക്കോഹോളിക്സ് അനോണിമസിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അതുപോലെ ദൈവമാണ് എന്നെ ആ ഒരു ഈ നിമിത്തത്തിലേക്ക് എത്തിച്ചതെന്ന് ഇന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് ഏത് തരത്തിലുള്ള ദൈവമാണെന്നൊന്നും എനിക്കറിയില്ല. ഇന്നും എൻ്റെ ദൈവസങ്കല്പം അമൂർത്തമാണ്. ആ രീതിയിൽ എനിക്ക് അതിന് വ്യക്തതകളൊന്നുമില്ല. എങ്കിൽ പോലും ഏതോ ഒരു ശക്തി, എന്നെക്കാൾ വലിയ ഒരു ശക്തി, എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ശക്തി, എൻ്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ശക്തി എന്നെ ഈ ഒരു മോചന പദത്തിലേക്ക്, ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കാരണമുണ്ട്. കാരണം മറ്റൊരാൾക്കും സഹായിക്കാൻ കഴിയാത്ത അത്രയും ആഴത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയധികം ഞാൻ എന്നെ തന്നെ വെറുത്തിട്ടുണ്ടായിരുന്നു. സ്വയം സഹതാപം കൊണ്ട് എനിക്ക് കണ്ണാടിയിൽ പോലും നോക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. എൻ്റെ മുഖം കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അതുപോലെ ഓരോ ദിവസവും ജീവിതത്തിനെ നേരിടാൻ എനിക്ക് ഭയമായിരുന്നു. ഓരോ ദിവസവും നേരം വെളുക്കാതിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരുപാട് സമയമുണ്ട്. കാരണം അത്രക്ക് എനിക്ക് ഓർമ്മയില്ലാതെയും ബ്ലാക്ക് ഔട്ട് കൊണ്ടും തലേദിവസം സംഭവിച്ച ഒരു കാര്യങ്ങളെക്കുറിച്ചും യാതൊരു വ്യക്തതയില്ലാത്തത് കൊണ്ടും ജീവിതം ഇനി എങ്ങോട്ട് പോകുന്നുള്ളതിനെക്കുറിച്ച് സുബോധത്തോടു കൂടി എനിക്ക് ജീവിതത്തിൽ നോക്കിക്കാണാൻ പോലും ഒരു പകലിനെ അഭിമുഖീകരിക്കാനുള്ള സമയം, ഒരു പുലരിയില് ഒരു ഒരു രാവിലെ എന്ന് പറയുന്ന ഒരു സമയത്തിനെ സുബോധത്തോടു കൂടി നോക്കാനുള്ള ധൈര്യം പോലും എനിക്കുണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയില് മദ്യത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഒളിച്ചോട്ടത്തിലൂടെ മദ്യത്തിന്റെ ആ ഒരു മറയിലൂടെ മാത്രമേ എനിക്ക് ജീവിതത്തിനെ നോക്കിക്കാണാൻ സാധിക്കൂ. അത് ശരിക്കും ഒരു ഒളിച്ചോട്ടം തന്നെയായിരുന്നു. കാരണം എനിക്ക് അവസാനത്തെ ഒരു അഭയസ്ഥാനമായിരുന്നു മദ്യം. മദ്യത്തിന്റെ ആ ഒരു ധൈര്യത്തിലാണ്, ആ മദ്യത്തിന്റെ മറ പിടിച്ചുകൊണ്ടാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് നാട്ടിൽ കൂടെ നേരിട്ട് നടന്നു പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായി. അത്രയധികം സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കടക്കാരെ ഭയന്നുകൊണ്ട് ബാറിലേക്ക് ഒളിച്ചോടിയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ മദ്യത്തിന്റെ കൂട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് യാതൊരു വിഷമവും ഇല്ലാതെ ഞാൻ വീണ്ടും അവരോട് വന്ന് കടം ചോദിക്കുകയും അവരോട് തർക്കിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ദയനീയമായ ഒരു മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും അധപ്പതിച്ച ഒരു ഒരു മുഖം കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യ സഹജമായ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ശക്തികൾക്കൊന്നും തന്നെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരിക്കും ആ സമയത്ത് ഒരു മദ്യാസക്തൻ എന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അങ്ങേയറ്റം അവനവനെ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയിൽ ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ രക്ഷാമാർഗങ്ങൾ അന്വേഷിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. അയാൾ എപ്പോഴും ജീവിതം അവസാനിപ്പിക്കാനോ അല്ലെ ഏതെങ്കിലും രീതിയിൽ അവസാനിപ്പിക്കാനേ ശ്രമിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനും ധൈര്യം ഉണ്ടായിരുന്നില്ല. ജീവിക്കാനും മരിക്കാനും ധൈര്യമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്ന പോലുള്ളൊരു അവസ്ഥയായിരുന്നു. ജീവിക്കാനും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, മരിക്കാനും ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടിച്ചുകൊണ്ടിരുന്നു. വേറെ ഒരു മാർഗം കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിൽ ആണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിച്ചേർന്നത്. അത്തരം ഒരു അവസ്ഥയിൽ എൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ എവിടെ എത്തി നിൽക്കുന്നു, ഞാൻ ആരാണ്, എവിടെയാണ് എൻ്റെ അവസ്ഥ, ഞാൻ ഏത് രീതിയിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ പ്രശ്നം എന്താണ് എന്നതിനെക്കുറിച്ച് എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള ഏക അവസരം ലഭിച്ചത് എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാൻ എന്നോട് തന്നെ 1000 തവണ ഉരുക്കഴിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് ആദ്യമായി ലഭിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആ മീറ്റിംഗിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കൊടുക്കുന്ന വില എൻ്റെ ജീവന്റെ വില തന്നെയാണ്. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതിന്റെ അതിലപ്പുറം ഒരു മനുഷ്യന് മറ്റൊന്നുമില്ല. ജീവനുണ്ടെങ്കിൽ മാത്രമേ ബാക്കി എന്തുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവന്റെ വില തന്നെയാണ് ഈ മീറ്റിങ്ങിന് കൊടുക്കുന്ന വില. ആ മീറ്റിങ്ങിൽ എത്തിപ്പെട്ടു എന്ന ഒറ്റ കാരണത്താലാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുകയും ഇന്നിപ്പോ ഇവിടെ സംസാരിക്കുകയും ഇന്ന് നിങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിക്കാനും ഇടയായത്. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് വെച്ചാണ് ആദ്യമായി ഞാൻ എൻ്റെ യഥാർത്ഥ രൂപം കാണാനിടയായത്. അത് മറ്റ് വ്യക്തികളുടെ അനുഭവങ്ങളിലൂടെയാണ്. അവരുടെ വാക്കുകളിലൂടെയാണ് ഞാൻ എന്നെ കണ്ടെത്താൻ ശ്രമിച്ചത്. എനിക്കൊരിക്കലും എന്നെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല. മറ്റ് വ്യക്തികൾ അവരുടെ അനുഭവങ്ങൾ, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ കടന്നു വന്ന വഴികളും അതിനെ അതിജീവിച്ച വഴികളും അതിന്റെ രീതികളും ഒക്കെ തന്നെ അവര്
വളരെ സത്യസന്ധമായി, വളരെ പച്ചയായി എൻ്റെ മുമ്പിൽ തുറന്നു കാട്ടിയപ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിനെ ആദ്യമായി ഞാൻ കണ്ടത്. അതെന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അത്ഭുതകരമായി എന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്നെ പിടിച്ചുലച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സ് ആദ്യമായി ആ രീതിയിൽ സ്പർശിക്കാൻ എത്രയോ കാലങ്ങൾക്ക് ശേഷം ആദ്യമായി എൻ്റെ മനസ്സിനെ അത്ര ആഴത്തിൽ സ്പർശിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ആരാണ് എന്ന് ആദ്യമായി എനിക്ക് മനസ്സിലായി. എൻ്റെ സ്ഥാനം എന്താണ്? ഞാൻ എവിടെ എത്തി നിൽക്കുന്നു? എൻ്റെ ജീവിതം എവിടെയാണ് ഇന്നിപ്പോൾ ഉള്ളത്? സമൂഹത്തിൽ ഞാൻ ആരാണ്? അല്ലെങ്കിൽ ഞാൻ ഏത് അവസ്ഥയിലാണ്? അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തുമാത്രം ശരിയുണ്ട്? ഞാൻ മറ്റുള്ളവരിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഈ എൻ്റെ അവസ്ഥ ഈ അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള ഉള്ളില് യഥാർത്ഥത്തിലുള്ള കാരണക്കാരൻ ആരാണ്? അതിൽ എൻ്റെ പങ്കെന്താണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമായി എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആലോചിക്കാനുള്ള അവസരം ഉണ്ടായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ വെച്ചാണ്. അത് തന്നെയാണ് ഈ മീറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശവും. ഒരു മനുഷ്യനെ, ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഹങ്കാരവും, ഒരു വശം അഹങ്കാരവും മറുവശം ദൗർബല്യവുമായി ജീവിക്കുന്ന മദ്യാസക്തൻ. അത്തരം ഒരു മദ്യാസക്തനെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കാൻ വളരെ എളുപ്പമൊന്നുമുള്ള കാര്യമല്ല. അയാളുടെ മനസ്സ് തുറപ്പിക്കാനോ അയാളെ കൊണ്ട് സത്യസന്ധമായ ഒരു വാക്ക് സംസാരിപ്പിക്കാനോ അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. അത്രയും അടഞ്ഞ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ അയാളുടെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കണമെങ്കിൽ തീർച്ചയായും അതിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പോലുള്ള അത്ഭുതകരമായ ഒരു സമീപനം അതിനാവശ്യമാണ്. അത് നടക്കുന്നത് ആ സത്യസന്ധമായ ആ ഒരു ഷെയറിങ്ങുകളിലൂടെ, മറ്റൊരു അനുഭവ വിവരങ്ങളിലൂടെ ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തെ പച്ചയായി മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു വെക്കുമ്പോഴാണ് ആദ്യമായി നമ്മളും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നത്. അങ്ങനെയാണ് ആദ്യമായി ഞാൻ എന്നെ കണ്ടത്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ വൃത്തികേടുകളെക്കുറിച്ചും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം നെറികേടുകളെക്കുറിച്ചും മറ്റുള്ളവരോടും എന്നോട് തന്നെയും എൻ്റെ ജീവിതത്തിനോടും സുഹൃത്തുക്കളോടും കുട്ടികളോടും ഭാര്യയോടും എല്ലാ വ്യക്തികളോടും എൻ്റെ ചുറ്റും ജീവിക്കുന്ന എല്ലാ മനുഷ്യരോടും എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അങ്ങേയറ്റത്തെ നെറികേടുകളെക്കുറിച്ച് അധാർമികതകളെക്കുറിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ നികൃഷ്ടമായ ഒരു ജീവിതത്തെക്കുറിച്ച് ആദ്യമായി എനിക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടായത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വെച്ചാണ്. ഇത് തന്നെയാണ് എയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വശം അത് തന്നെയാണ്. ഒരു വ്യക്തിക്ക് അവനവനെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല അവസരം നൽകുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടി തന്നെ. അതിന്റെ ആ ഒരു ആത്മീയമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് അവനവനെ പുനഃപരിശോധിക്കാനും പുനർനിർമ്മിക്കാനുമുള്ള ഒരു അവസരം കൂടി അതിൽ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള തത്വങ്ങൾ ആദ്യമായിട്ട് ഞാൻ കേട്ടത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വെച്ചാണ്. ഞാൻ അതിനു മുമ്പ് ഒട്ടനവധി പ്രഭാഷണങ്ങളും പരിപാടികളും പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഭാഗമായിട്ടുണ്ട്, കേൾവിക്കാരനായിട്ടുണ്ട്, പലതിന്റെയും ഭാഗമായിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് വേണ്ടി എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന എത്രയോ മനുഷ്യരുടെ അനുഭവങ്ങളുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അനുഭവ സഞ്ചയങ്ങളിലൂടെ അവർ സ്വാംശീകരിച്ചെടുത്തിട്ടുള്ള ആത്മീയമായ അറിവുകൾ എനിക്ക് വേണ്ടി ആ തത്വങ്ങളാക്കി എനിക്ക് വേണ്ടി സംഭരിച്ചു വെച്ചിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ആൽക്കഹോളിക്സ് അനോണിമസ്. എനിക്ക് വേണ്ടിയുള്ള തത്വങ്ങൾ ഞാൻ കേട്ടത് എയിലാണ് ആദ്യമായിട്ട്. എ മീറ്റിംഗിൽ ഞാൻ എന്തിനു പോകുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ അതിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ മറ്റ് പല പരിപാടികളിലും പങ്കെടുത്തിട്ട് ഞാൻ പലപ്പോഴും പകുതിക്ക് വെച്ച് ഒഴിവായി പോകുന്ന ആളാണ്. ഞാൻ പല പരിപാടികളിലും പങ്കെടുക്കും. വലിയ ആവേശത്തോടു കൂടി തുടക്കം കുറിക്കും. അത് അധികം മുമ്പോട്ട് പോകില്ല. കുറച്ച് നാൾ കൊണ്ട് തന്നെ അത് അതേപോലെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. എന്ത് പരിപാടിയും ഞാൻ തുടങ്ങിയാൽ അത് അധിക കാലം എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനാവില്ല. അതിനു മുമ്പ് ഞാൻ അത് മടുക്കും. എന്നിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകും. അങ്ങനെ എത്രയോ പരിപാടികൾ, പഠന സംബന്ധമായതായാലും ജോലി, എത്രയോ ജോലി, സർക്കാർ ജോലി തന്നെ കിട്ടിയിട്ട് അതിന് കൃത്യസമയത്ത് ഹാജരാകാൻ പറ്റാതെ പോയതും എൻ്റെ നിരുത്തരവാദപരമായ പരിപാടികൾ കൊണ്ടും അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 1, 2 തവണ എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ വരെ വന്നിട്ട് അത് കൈപ്പറ്റാൻ ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ജോലിയൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ജീവിതം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒരു മനുഷ്യനായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിന്റെ
അതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഐഐഎന്റെ പരിപാടി എത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇന്നും ആ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോ മീറ്റിംഗ് നടക്കാത്തത് കൊണ്ട് ഞാൻ പലപ്പോഴും പോകാതിരിക്കും. ഈ കഴിഞ്ഞ അടുത്ത കാലം വരെ ഞാൻ നിരന്തരമായിട്ട് മീറ്റിങ്ങിൽ പോയിക്കൊണ്ടിരുന്നു. മഴയായാലും വെയിലായാലും ഏത് കാലാവസ്ഥയും അതില് ഒരു ഒരു വകവെക്കാതെ ഞാൻ മുമ്പ് മദ്യപിക്കാൻ വേണ്ടി എത്ര ആവേശകരമായി ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നു, എത്ര ദൂരവും ഞാൻ പോവുമായിരുന്നു. അതിനുവേണ്ടി എന്ത് സാഹസവും ഞാൻ കാണിക്കുമായിരുന്നു. പുഴ നീന്തി കടന്നിട്ടും പോവും, മല കയറി ഇറങ്ങിയിട്ടും പോവും, നടന്നിട്ടും പോവും, വണ്ടിയില്ലെങ്കിൽ നടന്നിട്ടും പോവും. അപ്പൊ ആ രീതിയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതേ ആവേശത്തോടു കൂടി ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് മീറ്റിംഗിലേക്ക് ഞാൻ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നതാണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, ഏറ്റവും സത്യസന്ധമായ വാക്കുകൾ കേൾക്കാൻ എനിക്ക് അവസരം മറ്റെവിടെയില്ല. മറ്റ് ഒരുപാട് കൂട്ടായ്മകളും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. അതിനൊക്കെ ഒട്ടനവധി ലക്ഷ്യങ്ങൾ, ഗൂഢലക്ഷ്യങ്ങൾ, അവരുടേതായ സ്വാർത്ഥമായ ഒരുപാട് താല്പര്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ അതിന്റെ പിന്നിലുണ്ട്. ഒന്നുകിൽ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ അധികാരമായിരിക്കാം, അല്ലെങ്കിൽ പണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉപാധികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ലാഭത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലാഭേച്ഛകളോ എന്തെങ്കിലും തരത്തിൽ ഒന്നുമില്ലെങ്കിൽ പ്രചരണത്തിനുള്ള, സ്വന്തം പ്രചരണത്തിനുള്ള അല്ലെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഹമെങ്കിലും എല്ലാ കൂട്ടായ്മകളുടെയും പരിപാടികളുടെയും പിന്നിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായി വിഭിന്നമായിട്ട്, പൂർണ്ണമായും അവനവനെ മറച്ചു പിടിച്ചുകൊണ്ട്, സ്വന്തം ഐഡന്റിറ്റി പോലും മറച്ചു പിടിച്ചുകൊണ്ട്, പൂർണ്ണമായും അവനവന് വേണ്ടി മാത്രം, പൂർണ്ണമായും അവനവന്റെ മോചനത്തിന് വേണ്ടി, ആന്തരികമായ ഒരു രോഗ സൗഖ്യത്തിന് വേണ്ടി, ആന്തരികമായ വളർച്ചയ്ക്ക് വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ആദ്യമായി ഇത്തരത്തിലുള്ള സത്യസന്ധമായ ഒരു സമീപനത്തോടു കൂടി ഒന്നിച്ചു കൂടിയിരിക്കുകയും സഹിഷ്ണുതയോടുകൂടി പരസ്പരം പെരുമാറുകയും അതുപോലെ ക്ഷമയോടുകൂടി, ക്ഷമ എന്ന് പറഞ്ഞൊക്കെ ആ വാക്കിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് എയുടെ മീറ്റിംഗിൽ വന്നതിന് ശേഷമാണ്. എത്രയോ കാലം ആൽക്കഹോളിക്സ് അനോണിമസിലെ പരിപാടികളിലൂടെ സഞ്ചരിക്കുകയും ഒരുപാട് അറിവുകൾ നേടിയെടുക്കുകയും പക്വതയും ഒക്കെ ആർജിച്ച ഒരുപാട് മനുഷ്യന്മാർ അവരുടെ ജീവിതം അല്ലെ അവരുടെ പെരുമാറ്റവും അവരുടെ അവിടെയുള്ള ആ സമീപനങ്ങളും എന്നോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹവും ദയയും അവരുടെ ആ ഒരു ഉദാര മനസ്കതയൊക്കെ തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളായിരുന്നു ആ സമയത്തും. എനിക്ക് ക്ഷമിക്കാൻ പോയിട്ട് ഒരു മിനിറ്റ് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പോലും ഉള്ള സ്വസ്ഥത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങേയറ്റം ചഞ്ചലപ്പെട്ട ഒരു മാനസികാവസ്ഥയിലായിരുന്നു. ഭയാശങ്കകളായിരുന്നു. ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ടുള്ള ആദ്യത്തെ 1 or 2 വർഷങ്ങൾ അങ്ങേയറ്റം ഭയാശങ്കകളോട് കൂടിയാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇതെനിക്ക് എവിടെ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ഇത് ഇനി എത്ര മുമ്പോട്ട് പോകുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ബോധ്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പ്രതീക്ഷയും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. വേറെ യാതൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട്, എൻ്റെ മുമ്പിൽ മറ്റ് യാതൊരു വഴികളും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഇതിൽ എയുടെ പരിപാടിയിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം വേറെ യാതൊരു ഓപ്ഷൻ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊരു സ്ഥലത്തും എനിക്ക് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം എനിക്ക് ലഭിക്കുകയായിരുന്നു. എല്ലാ സ്ഥലത്തും എന്നെ ഭീഷണിപ്പെടുത്താനും ചോദ്യം ചെയ്യാനും കുറ്റപ്പെടുത്താനും മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും എന്നെ ഒരു കുറ്റവാളിയെ പോലെയാണ് നോക്കിക്കണ്ടിരുന്നത്. അതുപോലെ എൻ്റെ കുടുംബത്തിൽ പോലും എനിക്ക് യാതൊരു അംഗീകാരവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വാക്കുകൾക്കൊന്നും ആരും തന്നെ ചെവി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുമ്പോൾ അതിനൊക്കെ തന്നെ ഒരു വ്യത്യാസം ഉണ്ടായി. എല്ലാവരും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവർക്കും എനിക്ക് ഒരു സ്ഥാനം, ആദ്യമായി ഞാൻ വേണ്ടപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നിയത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടിയിലാണ്. ഇന്നും എയുടെ പ്രോഗ്രാമിൽ എത്തുന്ന ഓരോ പുതുമക്കാരനും തോന്നേണ്ട ഒരു കാര്യം തന്നെയാണത്. അത് നമ്മൾ എത്രമാത്രം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. ഇന്ന് എയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അയാൾക്ക് അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഞാൻ വേണ്ടപ്പെട്ടവനാണ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാനും ആളുണ്ട്, ഞാനും പറയുന്നത് കേൾക്കാൻ ആളുണ്ട് എന്ന തോന്നലാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്ന ഓരോ വ്യക്തിയും വീണ്ടും വീണ്ടും അവിടെ എത്താൻ പ്രേരിപ്പിക്കുന്നത്. എന്നെ പ്രേരിപ്പിച്ച അതാണ്. ആദ്യമായി ഞാൻ പറയുന്നത് കേൾക്കാൻ, എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് അവിടെ വെച്ചാണ്. ഞാനൊരു വേണ്ടപ്പെട്ടവനാണ്. ആർക്കൊക്കെയോ എന്നെ കേൾക്കാൻ താല്പര്യമുണ്ട്. എന്നെ ആരൊക്കെയോ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ ആദ്യമായിട്ട് എത്രയോ കാലത്തിന് ശേഷം എനിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് തരുക, എന്നോട് സത്യസന്ധമായി നിറഞ്ഞ ഒരു ചിരി എനിക്ക് കിട്ടിയത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വെച്ച്.
സുഹൃത്തെ അല്ലെങ്കിൽ ഇരിക്കൂ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആദ്യമായി തന്നെ എന്നോട് ഏതൊരു വ്യക്തിയും ആ കാലഘട്ടത്തിൽ കാണുന്ന ഒരാൾ എന്റെ കാണുമ്പോൾ തന്നെ നീ ഇന്നലെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. ഫസ്റ്റ് പറയുന്ന മിക്കവാറും അത് തന്നെയായിരിക്കും. നിന്നെ ഞാൻ കുറെ നാളായി ഞാൻ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ലെ നീ ഇങ്ങനെ ആയാൽ ശരിയാവില്ല. നീ എന്താണ് കാണിക്കുക? അല്ല ഈ രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു എല്ലാവരുടെ ഭാഗത്തും. അതുകൊണ്ട് തന്നെ എനിക്കൊരു വ്യക്തിയെയും ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു മദ്യമില്ലാതെ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ വന്നപ്പോഴാണ് യാതൊരു മുൻവിധികളും ഇല്ലാതെ ഒരു പരിചയമില്ലാത്ത മനുഷ്യന്മാര് ആദ്യമായി എന്നെ സ്വാഗതം ചെയ്യുകയും എന്നെ കെട്ടിപ്പിടിക്കുകയും എന്നെ ഹസ്തദാനം ചെയ്യുകയും ചായ തരികയും ഒരിടത്ത് വളരെ സ്നേഹത്തോടു കൂടി ഒരു സ്ഥലത്ത് ഇരുത്തുകയും എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ആദ്യമായി എന്റെ പുറത്ത് ഒന്ന് തട്ടുകയും ചെയ്തത് ആൽക്കഹോളിക്സ് അനോണിമസ്. അതെന്റെ ഹൃദയത്തിലാണ് തട്ടിയത്. അവരെന്റെ പുറത്താണ് തട്ടിയെങ്കിലും അത് എന്റെ ഹൃദയത്തിലാണ് ആ തട്ട് കൊണ്ടത്. കാരണം എനിക്കത് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. കാരണം എനിക്കത് ലഭിച്ചിട്ടില്ല. വർഷങ്ങളായിട്ട് എനിക്ക് അങ്ങനെ ഒരു തട്ട് ലഭിച്ചിട്ടില്ലായിരുന്നു. കാരണം അതിൽ ഒന്നും ശരിയാവില്ല എന്നാ എല്ലാരും പറഞ്ഞത്. നീ ഒരിക്കലും ശരിയാവില്ല. നീ ഒരു കാലത്തും നന്നാവില്ല. നീ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നാണ് എന്റെ വീട്ടിലുള്ളവര് പോലും പറയുന്നത്. കാരണം നീ ശപിക്കപ്പെട്ടവനാണ്. അല്ലെങ്കിൽ നീ അഹങ്കാരിയാണ്. നിന്റെ ജീവിതം നീ തന്നെയാണ് നശിപ്പിച്ചത്. നിനക്ക് മറ്റുള്ളവരോട് സ്നേഹമില്ലാത്തവനാണ്. അല്ലെങ്കിൽ നീ ഒരു ഇത്തരത്തിലും ഒരു ഒരു തെമ്മാടിയാണ്, അഹങ്കാരിയാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ട്. അതല്ല, ഒരു രോഗത്തിന്റെ പിടിയിലാണ് ഞാൻ. മദ്യാസക്തി മറ്റേതൊരു രോഗത്തെയും പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായി ഒരു മനുഷ്യനെ ബാധിക്കുന്നു. അയാളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും അത് നശിപ്പിക്കുന്നുവെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൽ വെച്ചാണ് എനിക്ക് മനസ്സിലായത്. അതെനിക്ക് വലിയൊരു ആശ്വാസവും പുതിയൊരു അറിവ് മാത്രമല്ല വലിയൊരു ആശ്വാസവും കൂടെ എനിക്ക് പകർന്നിട്ടുണ്ട്. ഞാൻ അത്രയും കാലം ഞാൻ വിശ്വസിച്ചതുപോലെ ഞാൻ ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു വല്ലാത്തൊരു നികൃഷ്ട ജന്മമായി പോയി എന്നുള്ള അത്തരത്തിലുള്ള ഒരു വലിയ ഒരു അപകർഷതാ ബോധത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്നതിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും ഓരോ മദ്യാസക്തനും ഏറ്റവും വലിയ ഒരു ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെ ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ പോലെ തെമ്മാടിയായത് കൊണ്ടോ നിരീശ്വരവാദിയായത് കൊണ്ടോ ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടോ അല്ലെ ആരെയും ഭയമില്ലാത്തത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. ഇതൊക്കെ തന്നെ എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയതാണ്. മദ്യപിക്കാതെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പിലാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ